നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ നാലാമത്തെ മത്സരവും സി എസ് കെ തോറ്റിരിക്കുകയാണ്. 5 കളികൾ കഴിയുമ്പോൾ ഒരേ ഒരു കളിയാണ് അവർ വിജയിച്ചിരിക്കുന്നത്. 2 പോയിൻ്റ്. IPLൻ്റെ പോയിൻ്റ് പട്ടികയിൽ ഇപ്പോൾ അവരുള്ളത് 9ാം സ്ഥാനത്ത്. 10ാമത് SRH ആണ്, 8ാമത് MI ആണ്. ഈ 3 ടീമുകളാണ് 5 കളികൾ കളിച്ചിട്ട് ഒരേ ഒരു വിജയവുമായിട്ട് പോയിൻ്റ് പട്ടികയുടെ അവസാനത്ത് നിന്ന് സ്ട്രഗിൾ ചെയ്യുന്നത്. സി എസ് കെയുടെ ഇന്നലത്തെ കളി നോക്കുക. അവർ PBKസിനോട് 18 റൺസിനാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 11 മത്സരങ്ങളിൽ അവരുടെ ചേസ് നോക്കുമ്പോൾ 180 മുകളിലുള്ള റൺസ് ചേസ് ചെയ്യുന്ന ഘട്ടത്തിൽ 11 മത്സരങ്ങൾ 11 അവർ തോറ്റിട്ടുണ്ട്. അതായത് സി എസ് കെയെ തോൽപ്പിക്കാൻ നിങ്ങളൊരു 180 റൺസ് അടിക്കുക ആദ്യം ബാറ്റ് ചെയ്തിട്ട്, ബാക്കി നമുക്കവരെ തോൽപ്പിക്കാം എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ പോയോ എന്നുള്ളതാണ് ചോദ്യം. ടോസ് ലഭിച്ചിട്ട് PBKs ബാറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത് എന്നുകൂടി നോക്കണം. സാധാരണ IPLൽ നൈറ്റ് മത്സരങ്ങളിൽ, രാത്രിയിലെ മത്സരങ്ങളിൽ ടോസ് ലഭിക്കുന്ന ടീം ആദ്യം ബൗൾ ചെയ്യുകയാണ് പതിവ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. സി എസ് കെയുടെ പ്രശ്നങ്ങൾ എതിരാളികൾ കൃത്യമായി മനസ്സിലാക്കുന്നു എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമാണ്. പതിവിന് വിപരീതമായിട്ട് മോശമല്ലാത്തൊരു പവർ പ്ലേ ഇത്തവണ സി എസ് കെക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ സോഫ്റ്റ് ബെല്ലി പിന്നീട് എക്സ്പോസ്ഡ് ആവുന്ന കാഴ്ചയാണ് അതിനുശേഷം നമ്മൾ കണ്ടത്. MSD 5ാം നമ്പറിൽ ഇറങ്ങി, 9ാം നമ്പറിലേ വരുന്നുള്ളൂ, 7 വരുന്നുള്ളൂ, എന്തിനും ഇത്ര വൈകി ഇറങ്ങുന്നു എന്നൊക്കെയുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം 5ാമത് ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ വക 3 സിക്സറുകളൊക്കെ വന്നു. ടീമിന് വേണ്ടി ഏറ്റവും അധികം സിക്സർ അടിച്ച അദ്ദേഹമാണ്. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തെ വിമർശിക്കാൻ ആളുണ്ട്, ഒക്കെ ശരിയാണ്. എന്നാൽ അദ്ദേഹം മാത്രം വിചാരിച്ച കളി ജയിക്കില്ല എന്ന യാഥാർത്ഥ്യം കൂടി അങ്ങ് തിരിച്ചറിയണം. എവിടെയാണ് കളി പോയത്? നമുക്ക് സമഗ്ര വിശകലനത്തിലേക്ക് കടക്കുകയാണ്. മിക്ക മത്സരങ്ങൾ കഴിയുമ്പോഴും നമ്മൾ സമഗ്ര വിശകലനം വീഡിയോ ചെയ്യാറുണ്ട്, ഒരു കംപ്ലീറ്റ് റിവ്യൂ. പക്ഷേ കഴിഞ്ഞ 2-3 മത്സരങ്ങൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട്, നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളത് വീണ്ടും ആ വീഡിയോ സീരീസ് പുനരാരംഭിക്കുകയാണ്. നിങ്ങൾ നേരത്തെയൊക്കെ ഈ സമഗ്ര വിശകലനം വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കറിയാം, നമ്മൾ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ ESPN, ക്രിക്ക് ഇൻഫോ, ക്രിക്ക് ബസ്, വിസ്ഡൻ, ഇങ്ങനെയൊക്കെയുള്ള ക്രിക്കറ്റ് പോർട്ടലുകളിലെ വിശകലനങ്ങളും മറ്റുമൊക്കെ നമ്മൾ റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്താണ് ഇത് അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, പഞ്ചാബ് കിങ്സ് നിശ്ചിത 20 ഓവറുകൾ പൂർത്തിയാക്കുമ്പോൾ 6 വിക്കറ്റിന് 219 റൺസ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ഒരു സംശയം വേണ്ട പ്രിയാൻ ഷാരിയാണ്. 103 റൺസാണ് പയ്യൻ അടിച്ചത്. 39 പന്തിൽ നിന്ന് അവൻ്റെ സെഞ്ചുറി പിറന്നിരുന്നു. പിന്നെ ശശാങ്ക് 52, അതുപോലെ തന്നെ മികച്ച പ്രകടനം യാൻസനും നടത്തി. ഈ 3 പേരൊഴികെ ബാക്കി ആരും അവിടെ മികച്ച പ്രകടനം നടത്തിയിട്ടില്ല എന്ന കാര്യം കൂടി നോക്കണം. ഖലീൽ അഹമ്മദ് 45 റൺസിന് 2 വിക്കറ്റ് വീഴ്ത്തിയിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സ് 201 റൺസാണ് അടിച്ചത്. 69 റൺസ് കോൺവേ അടിച്ചപ്പോൾ 42 റൺസാണ് ദ്യൂബയുടെ വക. ഫെർഗൂസൺ 40 റൺസിന് 2 വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി. 18 റൺസിന് പഞ്ചാബ് കിങ്സ് വിജയിച്ചു. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, സി എസ് കെയുടെ ക്യാപ്റ്റൻ കളിക്ക് ശേഷം പറയുന്നുണ്ട് ബാറ്റിംഗ് മികച്ചതായിരുന്നു, സ്പോട്ട് ഓൺ, ഞങ്ങളുടെ ബാറ്റിംഗ് സ്പോട്ട് ഓൺ ചെയ്തിട്ടുണ്ട്, മികച്ച രൂപത്തിൽ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ എന്നതിൽ തർക്കമില്ല, 200ലേക്ക് എത്തി എന്നതുകൊണ്ടാവും അദ്ദേഹം അങ്ങനെ പറയുന്നത്. പക്ഷെ അത് മതിയാവുമായിരുന്നില്ല കളി ജയിക്കാൻ. ഡ്രോപ്പ് ചെയ്ത ക്യാച്ചുകൾ, 5 ക്യാച്ചുകളാണ് സി എസ് കെ കൈവിട്ടത്. അവിടെയാണ് യഥാർത്ഥത്തിൽ കളി തോറ്റത്. ഒരു ഭാഗത്ത് വിക്കറ്റ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും, മറുഭാഗത്ത് നിന്ന് പ്രിയാൻ ഷാരി അടിക്കുകയാണ്. പ്രിയാൻ ഷാരിയുടെ 2 ക്യാച്ചുകൾ വിട്ട് കളഞ്ഞു. അവന് കിട്ടിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി. സി എസ് കെയുടെ ഫീൽഡിങ് ഇപ്പോൾ മോശമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. മുമ്പ് രുദ്രാജ് ഗെയ്ക്വാദ് പറഞ്ഞ പോലെ ഞങ്ങളൊരു സ്റ്റണ്ണിങ് ഫീൽഡിങ് സൈഡൊന്നുമല്ല, പക്ഷേ മികച്ച രൂപത്തിൽ ചെയ്യണം. അത് ആവറേജിന് താഴെ പോയാലോ? അതാണിപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത്. പ്രിയാൻ ഷാരിയ 39 പന്തുകളിലെ സെഞ്ചുറി എന്ന് പറയുമ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു അൺക്യാപ്ഡ് ഇന്ത്യൻ പ്ലെയറിൽ നിന്ന് സെഞ്ചുറി വന്നിരിക്കുന്നു. പഞ്ചാബ് കിങ്സിനായിട്ട് ജോയിൻ്റ് 4th ഫാസ്റ്റസ്റ്റ് സെഞ്ചുറിയാണ് ഇവിടെ പിറക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ക്രിസ് ഗെയിൽ 30 പന്തുകളിൽ നിന്ന്, യൂസുഫ് പത്താൻ 37 പന്തുകളിൽ നിന്ന്, ഡേവിഡ് മില്ലർ 38 പന്തുകളിൽ നിന്ന് സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിലുള്ള സെഞ്ചുറിയാണിത്. 24-കാരനായിട്ടുള്ള താരം തനിക്ക് ലഭിച്ച ലൈഫ് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. 42 പന്തിൽ നിന്ന് 103 റൺസ് അടിക്കുകയും ചെയ്തു. സി എസ് കെ അവരുടെ മറുപടി ബാറ്റിങ്ങിലോ പവർ പ്ലേ നല്ല രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 220 റൺസ് എന്ന് പറഞ്ഞാൽ പതിവിന് വിപരീതമായിട്ട് നല്ല രൂപത്തിൽ എന്ന് പറയാം. 6 ഓവർ കഴിയുമ്പോൾ 59 റൺസിലേക്ക് അവർ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് അതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പക്ഷെ പിന്നീട് അവർ സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ച കണ്ടു. ഒടുവിൽ ഡെവൻ കോൺവോയ് റിട്ടയർഡ് ഔട്ടായിട്ട് കയറിപ്പോകുന്ന കാഴ്ച കണ്ടു. അദ്ദേഹം റിട്ടയർഡ് ഔട്ട് ആകുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം 49 പന്തിൽ നിന്ന് 69 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. സി എസ് കെക്ക്
13 പന്തിൽ നിന്ന് 49 റൺസ് അപ്പോൾ വേണം. MSDക്ക് കൂട്ടായിട്ട് രവീന്ദ്ര ജഡേജ എത്തി, പക്ഷെ അവർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. CSK ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ 180 എന്നുള്ളത് വരുമ്പോൾ അതിനേക്കാൾ വലിയൊരു ടാർഗറ്റ് വരുമ്പോൾ കഴിഞ്ഞ 11 അറ്റംപ്റ്റുകളിൽ 11 തോറ്റിട്ടുണ്ട്. 2020 ശേഷം ആ ഒരു സ്കോർ അവർ പിന്തുടർന്ന് വിജയിച്ചിട്ടില്ല. ആര്യയുടെ കാര്യത്തിലേക്ക് വരാം. ആര്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആഞ്ഞടിക്കുകയായിരുന്നു ഈ കളിയിൽ. ഇപ്പോൾ ഡൽഹി പ്രീമിയർ ലീഗിൽ പൊളിച്ചടിക്ക് വന്ന താരമാണ്. ടൂർണമെൻറ്റിന് മുമ്പ് റിക്കി പോണ്ടിങ് പറഞ്ഞു അവനൊരു സ്പെഷ്യൽ പ്ലെയറാണ് എന്ന്. ആ സ്പെഷ്യൽ പ്ലെയറാണ് എന്നുള്ളത് തൻ്റെ 4th IPL ഇന്നിങ്സിൽ തന്നെ അവൻ തെളിയിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ ചിലരൊക്കെ വിശേഷിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അവൻ വീരേന്ദർ സെവാഗിൻ്റെ ലെഫ്റ്റ് ഹാൻഡഡ് വേർഷനാണ് എന്നാണ്. ഏതായാലും ബോൾ മികച്ച രൂപത്തിൽ അവൻ കാണുന്നു, അത് അതേ രൂപത്തിൽ അവൻ ഹിറ്റ് ചെയ്ത് വിടുന്നു. അതുപോലെ തന്നെ മികച്ച ടൈമിങ്ങും അവനുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ മദീഷ പതിരാനയുടെ ഒരു യോർക്കർ ചെയ്യാനുള്ള ശ്രമം, ഒരു വൈഡ് യോർക്കർ യഥാർത്ഥത്തിൽ അത് മിസ്സായി ഫുൾ ടോസ് ആയിട്ട് വന്നു. അത് ഹിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള തരത്തിൽ വന്നിട്ടും അവനെടുത്ത് പോയിന്റിലേക്ക് സിക്സർ അടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. തുടർന്ന് വന്ന പന്തുകൾ അവൻ ആഞ്ഞടിക്കുന്നു. ആ സെഞ്ചുറിയിലേക്ക് കുതിച്ചെത്തിയത് 80-ൽ നിന്ന് സെഞ്ചുറിയിലേക്ക് കുതിച്ചെത്തിയത് സിക്സർ 4 അങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടാണ്. 39 ബോളുകളിൽ നിന്ന് അവൻ്റെ 100 വന്നു 13ാമത്തെ ഓവറിൽ. പിന്നാലെ അവൻ പുറത്തായെങ്കിലും ബാക്കിയുള്ളവർ മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്നുള്ളത് പറഞ്ഞു. അത് ശശാങ്കും യാൻസനും ചേർന്നുകൊണ്ടാണ് കാര്യങ്ങൾ നല്ല രൂപത്തിൽ ഫിനിഷ് ചെയ്തത്. അങ്ങനെയാണ് 200 മുകളിലേക്ക് പോകുന്നത്. കാരണം ഇത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രിയാൻ ഷാരി ഒഴികെ ബാക്കിയുള്ളവരുടെ ബാറ്റിംഗ് നോക്കണം. പ്രഭ്സിമ്രാൻ സിംഗ് ഡെക്കായിരുന്നു. ശ്രേയസ് അയ്യർ 9 അടിച്ചത്, സ്റ്റോയിനിസ് 4 അടിച്ചത്, വധേര 9, മാക്സ്വെൽ 1. അത് നമ്മൾ പറഞ്ഞത് ഈ 3 പേരൊഴികെ ബാക്കി ആരും ഡബിൾ ഫിഗർ പോലും കണ്ടിരുന്നില്ല. അതായത് ആദ്യത്തെ ബാറ്റർമാരിൽ പ്രിയാൻ ഷാരി മാത്രമാണ് സെഞ്ചുറി അടിച്ചത്, അല്ലെങ്കിൽ ഡബിൾ ഫിഗറിലേക്ക് പോയി പിന്നെ ട്രിപ്പിൾ ഫിഗറിലേക്ക് പോയി. ബാക്കി ആരും ഡബിൾ ഡിജിറ്റ് പോലും എത്തിയില്ല. ശശാങ്ക് സിംഗ് തൻ്റെ ഫോം തുടർന്നു. 36 പന്തിൽ നിന്ന് 52 റൺസ്. യാൻസൺ 19 പന്തിൽ നിന്ന് 34 റൺസ്. ഇവർ രണ്ടുപേരും മികച്ച രൂപത്തിൽ ഫിനിഷ് ചെയ്തെടുത്താണ് 218 പോയതും. അത് അവസാനം CSK സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിട്ട് 219 പോയതും അത് അവസാനം CSK സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിട്ട് മാറിയതും. CSKയുടെ മറുപടി ബാറ്റിംഗ് നമ്മളൊന്ന് നോക്കണം. അതിൽ ഡെവൺ കോൺവോയും രജിൻ രവീന്ദ്രയും ചേർന്നുകൊണ്ടുള്ള തുടക്കം പതിവിന് വിപരീതമായിട്ട് അവർ മോശമല്ലാത്ത രൂപത്തിൽ പവർ പ്ലേ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. രണ്ടുപേരും കൂടി മികച്ച രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കവേ ഒടുവിൽ അദ്ദേഹം ഔട്ടാവുന്ന ഒരു കാഴ്ച. അത് ഗ്ലെൻ മാക്സ്വെല്ലാണ് ആ വിക്കറ്റ് എടുക്കുന്നത്. 23 പന്തിൽ നിന്ന് 36 റൺസ് എടുത്ത് രജിൻ രവീന്ദ്ര പുറത്താകുന്നു. അടുത്ത ഓവറിൽ 143 km/h വേഗത്തിൽ വന്നൊരു പന്തിൽ ഗെയ്ക്വാദ് പുറത്താക്കുന്നു. ഗെയ്ക്വാദ് 1 റൺസാണ് എടുത്തത്. അവിടെ CSKയുടെ തകർച്ച തുടരുകയായിരുന്നു. CSK അവരുടെ സ്പിൻ ഹിറ്റർ ആയിട്ടുള്ള ശിവൻ ദ്യൂബയെ കയറ്റിവിട്ടു നമ്പർ 4. പക്ഷേ എന്താ PBK സപ്പ് ചെയ്തത്? സ്പിന്നർ യശ്വന്ത് ചാഹലിനെ അവർ ഹോൾഡ് ചെയ്ത് വെച്ചു. അതായിരുന്നു അവരുടെ ഒരു റെസ്പോൺസ് വന്നത്. 16ാമത്തെ ഓവറിൽ ദ്യൂബെ ഔട്ടാകുന്നത് വരെ അദ്ദേഹത്തെ അവർ ബോൾ കൊടുക്കാതെ പിടിച്ചു വെച്ചു എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നീട് ഒറ്റ ഓവർ മാത്രമാണ് അദ്ദേഹം ബൗൾ ചെയ്തത് എന്നുള്ളതും നോക്കണം. ഏതായാലും കാര്യങ്ങൾ അനുകൂലമാകുമോ എന്ന് നോക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്താൻ വേണ്ടി MSD നേരത്തെ ഇറങ്ങി. MSDയുടെ ബാറ്റിൽ നിന്ന് 3 സിക്സറുകളൊക്കെ പിറക്കുന്നത് കണ്ടു. പക്ഷെ അതിനു മുമ്പ് തന്നെ ഡെവൺ കോൺവോയ് സ്ട്രഗിൾ ചെയ്ത് തുടങ്ങിയിരുന്നു. അദ്ദേഹം നിർത്തിപ്പോയിരുന്നു. അവസാനം രവീന്ദ്ര ജഡേജയും MSDയും കൂടി ചെയ്തു തീർക്കാൻ പറ്റാവുന്നതിനപ്പുറമുള്ളൊരു ടാസ്ക് നടത്താൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ അവസാന ഓവറിൽ ഫുൾ ടോസ് ബോൾ ലെഗ് സൈഡിലേക്ക് വന്നത് MSD ആഞ്ഞടിക്കാൻ ശ്രമിച്ചെങ്കിലും നേരെ ചാഹലിൻ്റെ കൈകളിലേക്ക് എത്തിയാണ്. ഒന്ന് കയ്യിൽ നിന്ന് പോയിട്ട് ശേഷം പിന്നീട് അദ്ദേഹം അത് പിടിച്ചു. അങ്ങനെ MSD മടങ്ങിപ്പോകുന്നു. അതോടുകൂടി പഞ്ചാബ് കിങ്സ് വിക്ടറി സീൽ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ CSKയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്? CSKയുടെ പ്രശ്നങ്ങൾ വ്യക്തമാണ്. MSD അല്ല പ്രശ്നം. അങ്ങനെ വിലയിരുത്തലുകൾ ആദ്യത്തെ കളികൾക്ക് ശേഷം 9ാമനായിട്ടൊക്കെ അദ്ദേഹം ഇറങ്ങിയതിന് ശേഷം വലിയ രൂപത്തിൽ വന്നിരുന്നു. ഇങ്ങനൊരു വിക്കറ്റ് കീപ്പർ ബാറ്റർ ആർക്കാണുള്ളത്? 9ാമത് ഇറങ്ങുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റർ പഴയ MSD അല്ല. എന്തിനാണ് ഇങ്ങനെ തുടരുന്നത്? ഇതാണ് ഇങ്ങനെ തുടരുന്നത്. 225 അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ സ്ട്രൈക്ക് റേറ്റ്. മറ്റാരും അദ്ദേഹത്തെ പോലെ ഒരു ശ്രമം പോലും നടത്തുന്നില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. CSKയുടെ മധ്യനിരയിൽ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ ഗെയ്ക്വാദാണ് ഒരു മികവ് കാണിക്കാതെ പോയത്, ശരിയാണ്. പക്ഷേ മികച്ച രൂപത്തിൽ ഒരു ആത്മവിശ്വാസം തരുന്ന രൂപത്തിൽ ഹിറ്റ് ചെയ്ത് വിജയത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് തോന്നിക്കുന്ന ആരാണുള്ളത്? ആരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രവീന്ദ്ര ജഡേജയൊക്കെ പഴയ ഫോമിൻ്റെ നിഴലായി മാറിയിട്ടുണ്ട്. വിജയ് ശങ്കറെ പോലുള്ളൊരു ബാറ്റർ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നേരത്തെ ഇറങ്ങി വന്ന് വിജയത്തിലേക്ക് പോകാൻ കെൽപ്പുള്ള ഹിറ്റുകൾ നടത്താൻ പറ്റുമെങ്കിൽ ഈ മിഡിൽ ഓർഡറിൽ യഥാർത്ഥത്തിൽ സ്ഥാനമുള്ളൂ. ഇനി അദ്ദേഹത്തെ മാറ്റി ഹൂഡ വന്നാലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. സോ CSKയെ സംബന്ധിച്ചിടത്തോളം ബിഗ് ഹിറ്റിങ്ങിലേക്ക് പോകാൻ കെൽപ്പുള്ള
ബാറ്റർമാർ വളരെ കുറവാണ് എന്നൊരു തോന്നലാണ് ഇപ്പോൾ ഉള്ളത്. അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിൽ നിന്നൊരു മാറ്റമില്ലാതെ CSK മുന്നോട്ട് പോവുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നോക്കുക, ഈ IPL 2025 സ്ലോവസ്റ്റ് 50കൾ അത് ബൈ ബോൾസ് എടുത്താൽ ഇവരുടെ താരങ്ങളാണ് കൂടുതലും. 43 പന്തിൽ നിന്ന് വിജയ് ശങ്കറിൻ്റെ 50 DC-ക്കെതിരെ സ്ലോവസ്റ്റ് 50ആണ് IPL-ലെ. രജിൻ രവീന്ദ്ര MI-ക്കെതിരെ 42 പന്തിൽ നിന്ന് അടുത്ത സ്ലോവസ്റ്റ് 50ആണത്. രുദ്രാജ് ഗെയ്ക്വാദ് 37 പന്തിൽ നിന്ന് അത് 5th സ്ലോവസ്റ്റ് 50ആണ്. ഡെവൻ കോൺവോയ് 37 പന്തിൽ നിന്ന് അതും ഈ IPL-ലെ 5th സ്ലോവസ്റ്റ് 50ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിയാണ്, അവർ ഈ കളിയിൽ 200 അടിച്ചു എന്ന് പറയുമ്പോൾ പോലും മറ്റ് ടീമുകളൊക്കെ വേറെ ലെവലിലേക്ക് പോയി. അതിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിലുള്ള ബാറ്റിംഗ് ലൈനപ്പ് ഇപ്പോൾ CSKക്ക് ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ തന്നെയാണ് CSK സ്ട്രഗിൾ ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ പ്രിയാൻ ഷാരിയെ പോലെ അല്ലെങ്കിൽ ആ രൂപത്തിൽ ഹിറ്റ് ചെയ്യാൻ കെൽപ്പുള്ള എത്ര ആളുകൾ വേണ്ട, നമ്മൾ നിക്കോളാസ് പൂറൻ്റെ ലെവലിലുള്ള ഒരു ബാറ്റർ, അങ്ങനെയൊക്കെയുള്ള ഒരു ബാറ്റർ CSKക്ക് ഉണ്ടോ? അതാണ് ചോദ്യം. അതില്ലാത്തിടത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഏതായാലും വളരെ പെട്ടെന്ന് നമ്മൾ സ്കോർ കാർഡ് നോക്കി അവസാനിപ്പിക്കുകയാണ്. പ്രിയാൻ ഷാരിയ പഞ്ചാബ് കിങ്സിന് വേണ്ടി കിടിലൻ പ്രകടനം, 42 പന്തിൽ 103 റൺസ്. പ്രഭ്സിമ്രാൻ സിംഗ് ഡക്കായി, ശ്രേയസ് അയ്യർ 9, മാർക്കസ് സ്റ്റോയിനിസ് 4, നെഹാൽ വധേര 9, ഗ്ലെൻ മാക്സ്വെൽ 1, ശശാങ്ക് സിംഗ് 52, മാർക്കോ യെൻസൺ 34. അങ്ങനെ അവരുടെ ഇന്നിങ്സിൽ 219 റൺസ് അവർ കുറിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ രജിൻ രവീന്ദ്ര 36, ഡെവൻ കോൺവോയ് 69, രുദ്രാജ് ഗെയ്ക്വാദ് 1, ശിവൻ ദ്യൂബെ 42, MSD 27, രവീന്ദ്ര ജഡേജ 9, വിജയ് ശങ്കർ 2. ഇങ്ങനെയാണ് കളി അവസാനിക്കുന്നത്. മികച്ച രൂപത്തിൽ ശ്രേയസ് അയ്യർ തൻ്റെ ബൗളർമാരെ ഹാൻഡിൽ ചെയ്തു എന്ന് പറഞ്ഞു. കാരണം യശ്വന്ത് ചാഹലിക്ക് ആകെ ഒരു ഓവറേ കൊടുത്തുള്ളൂ. അതിന് കാരണം ശിവൻ ദ്യൂബെ ക്രീസിലുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ലൂക്കി ഫെർഗൂസൻ 2 വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി. ഗ്ലെൻ മാക്സ്വെൽ 2 ഓവറാണ് എറിഞ്ഞത്, 11 റൺസിന് 1 വിക്കറ്റ് അദ്ദേഹം നേടി. 4 ഓവറിൽ 39 റൺസിന് 1 വിക്കറ്റ് യാഷ് താക്കൂറും നേടിയിട്ടുണ്ട്. എന്തായാലും മത്സരം CSK പൊട്ടുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അവരുടെ മുന്നിൽ ഇനിയുമുണ്ട്. 200 അടിച്ചു എന്നൊക്കെ പറയുന്നത് ശരി തന്നെ, ഇത് മതിയോ മുന്നോട്ട് പോകാൻ? ഒരു കാര്യം ഉറപ്പാണ്, MSD അദ്ദേഹത്തിൻ്റെ ജോലി ഈ 43-ാം വയസ്സിലും വ്യക്തമായി കൃത്യമായി ഭംഗിയോടുകൂടി ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർ കൂടി ആ ഒരു മികവിലേക്ക് എത്തേണ്ടതുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.